മാറാകട്ടെ. നിങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഈ വർഷവും ദൈവജനത്തിൻ്റെ മുൻപാകെ പുനലൂർ പട്ടണ നിവാസികളുടെ സാന്നിധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം അറിയിപ്പാൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയായി എനിക്ക് ഒരുക്കി തന്ന സമയത്തിൽ ഞാൻ സന്തോഷിക്കുന്നു, നന്ദി പറയുന്നു. നമ്മുടെ സൂപ്രണ്ട് പാസ്റ്റർ ജെ ശാമുവേൽ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളിൽ പാസ്റ്റർ തോമസ് ഫിലിപ്പ്, എ രാജൻ, എം എ ഫിലിപ്പ്, ബഹുമാന്യ സഹശുശ്രൂഷകന്മാർ, പിതാക്കന്മാർ, മാതാക്കൾ, നിങ്ങളെ എല്ലാവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം കരയറ്റുന്നു. എനിക്ക് മുൻപായി ദൈവത്തിൻ്റെ വചനത്തിൽ ശുശ്രൂഷിച്ച ഡോക്ടർ സാബു വർഗീസ് പീഡിതരുടെ ശബ്ദമായി ഇന്ന് രാത്രി നമ്മുടെ മുൻപാകെ കാര്യങ്ങൾ പ്രസ്താവിച്ച ഷിബു തോമസ്, വേദിയിലായിരിക്കുന്ന ബഹുമാന്യരായ ദൈവദാസന്മാർ, നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ചിലർ പറയും സമയം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുക, അതുകൊണ്ട് ഞാനും വേഗം മുൻപോട്ട് പോകട്ടെ. സമയം മുൻപോട്ടേ പോകത്തുള്ളൂ, പുറകോട്ട് വരാറില്ല. ഇന്ന് രാത്രി കൃത്യ സമയത്ത് തന്നെ നമ്മുടെ ശുശ്രൂഷകളൊക്കെ അവസാനിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ കൃപ നമ്മോട് കൂടെ ഇരിക്കട്ടെ. അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായി ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 6 മുതൽ ഉള്ള വാക്യങ്ങളിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നു. ഞാൻ വായിച്ച ശേഷം പാസ്റ്റർ റോയി എബ്രായ ലേഖനം 12-ാം അധ്യായം 25 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കുന്നതായിരിക്കും. ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം 6 മുതൽ ഉള്ള വാക്യങ്ങൾ. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഇനി അല്പകാലം കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തു വരികയും ചെയ്യും. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കും എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യും. 2-ാം അധ്യായം 21-22. ഞാൻ ആകാശത്തെയും ഭൂമിയെയും ഇളക്കും. ഞാൻ രാജ്യങ്ങളുടെ സിംഹാസനം മറിച്ചിടും. രാജ്യങ്ങളുടെ ബലം നശിപ്പിച്ചു കളയും. 19-ാം വാക്യം. ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. എബ്രായ ലേഖനം 12-ാം അധ്യായം 25 മുതലുള്ള വാക്യങ്ങൾ കൂടെ പാസ്റ്റർ റോയി ഒന്ന് വായിക്കുമോ? അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിപ്പാൻ നോക്കുവേൻ. ഭൂമിയിൽ അരുളി ചെയ്തവനെ നിരസിച്ചവർ തെറ്റി ഒഴിയാതിരുന്നുവെങ്കിൽ സ്വർഗത്തിൽ നിന്ന് അരുളി ചെയ്യുന്നവനെ നാം വിട്ടുമാറിയാൽ എത്രയധികം. അവൻ്റെ ശബ്ദം വന്ന് ഭൂമിയെ ഇളക്കി. ഇപ്പോഴോ ഞാൻ ഇനി ഒരിക്കൽ ഭൂമിയെ മാത്രമല്ല ആകാശത്തെയും ഇളക്കുമെന്ന് അവൻ വാഗ്ദത്തം ചെയ്തു. ഇനി ഒരിക്കൽ എന്നത് ഇളക്കമില്ലാത്ത നിലനിൽക്കേണ്ടതിന് നിർമ്മിതമായ ഇളക്കമുള്ളതിന് മാറ്റം വരും എന്ന് സൂചിപ്പിക്കുന്നു. ആകയാൽ ഇളകാത്ത രാജ്യം പ്രാപിക്കുന്നത് കൊണ്ട് നാം നന്ദിയുള്ളവരായി ദൈവത്തിന് പ്രസാദം വരുമാറ് ഭക്തിയോടും ഭയത്തോടും കൂടെ സേവ ചെയ്യുക. നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയല്ലോ. അടിത്തറകൾ ഇളകിക്കൊണ്ടിരിക്കുന്ന ഈ ലോക സംവിധാനങ്ങളുടെ മധ്യത്തിൽ ഇളകാത്ത രാജ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ദൈവമക്കൾ. പലതും ഇളകിക്കൊണ്ടിരിക്കുകയാണ്. BC 520 ഹഗ്ഗായി പ്രവാചകൻ മുഖാന്തരം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ദൈവജനമായ ഇസ്രായേൽ മക്കളോട് ദൈവത്തിൻ്റെ ദൂത് അരുളി ചെയ്യുകയാണ്: എല്ലാം അസ്തമിച്ചു. പഴയ സാമ്രാജ്യം, പഴയ പള്ളി, പഴയ വീടുകൾ, പഴയ രാജ്യമെല്ലാം നഷ്ടപ്പെട്ട് പ്രവാസത്തിൽ നിന്ന് അവർ മടങ്ങി വന്നു. ഇനിയും ഈ സ്ഥലത്ത് ഒന്നും നടക്കുകയില്ല എന്ന് വെല്ലുവിളിച്ച ശത്രുക്കളുടെ മുൻപിൽ ദൈവം തൻ്റെ ദാസന് പ്രവചന ദൂതായി പറയുകയാണ്: ഞാൻ ചിലതിനെയൊക്കെ ഇളക്കും, പക്ഷേ അതിൻ്റെ മധ്യത്തിൽ ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവജനം ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ഇവിടെ ദൈവജനം ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം: ആത്മാവിൻ്റെ മണ്ഡലത്തിൽ ആരാധന ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവജനത്തെ ഇളക്കുവാനും ദൈവജനത്തെ തകർക്കുവാനും ഏതെല്ലാം ശക്തികൾ ഇവിടെ അഹോരാത്രം പണിയെടുത്താലും അതിൻ്റെ മധ്യത്തിൽ ദൈവത്തിൻ്റെ വചനം ഇറങ്ങി വരുമ്പോൾ ദൈവശക്തിയാണ് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. എല്ലാം അസ്തമിച്ചു എന്ന് പറയുന്ന ആളുകളുടെ മധ്യത്തിൽ പ്രവാചകൻ പറയുകയാണ്: ദൈവത്തിൻ്റെ ദൂതായി തിരുവായി കൊണ്ട് അരുളി ചെയ്യുന്നത് ദൈവം തൃക്കൈ കൊണ്ട് നിവർത്തിക്കുന്നവനാണ്. ഇന്ന് രാത്രി കേൾക്കുന്ന വചനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഇത് സംഭവിക്കുമോ? ഇത് സംഭവിക്കത്തില്ല എന്നാളുകൾ പറഞ്ഞാൽ യെശയ്യാവ് പറയുന്നു,
ആകാശത്ത് നിന്ന് മഞ്ഞും മഴയും പെയ്യുമ്പോൾ അത് ആകാശത്തേക്ക് മടങ്ങാതെ ഭൂമിയിൽ വീണാൽ ഭൂമിയെ ഫലവത്താക്കി നനയിച്ച് ഭക്ഷിപ്പാൻ ആഹാരവും അതുപോലെ തന്നെ വിതയ്ക്കാൻ വിത്തും നൽകുന്നത് പോലെ ഭൂമിയെ ഫലസമൃദ്ധമാക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനമാകും. അതൊരിക്കലും വെറുതെ മടങ്ങി വരികയില്ല. ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുമെന്നുള്ളത് വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം കരയറ്റുക. എന്താ ദൈവം ഇളക്കാൻ പോകുന്നത്? അരുളി ചെയ്യുന്നവനെ നിരസിക്കാതിരിക്കാൻ നോക്കുവീൻ. ദൈവത്തിൻ്റെ പേര് ഇവിടെ പറഞ്ഞിരിക്കുന്നത് മലയാളത്തിൽ പറയുന്നു സൈന്യങ്ങളുടെ ദൈവമായ യഹോവ. വേറൊരു പദം സെയ്സ് ഓൾമൈറ്റി ഗോഡ്, സർവശക്തനായ ദൈവം. ഈ ഭൂമിയിലുള്ളത്, ആകാശത്തിലുള്ളത്, ആകാശത്തിൻ്റെ കീഴിലുള്ള ഇതിനെയെല്ലാം നിയന്ത്രിക്കുന്നവൻ നമ്മുടെ ദൈവമാണ്. സർവശക്തനായ ദൈവം, സൈന്യങ്ങളുടെ യഹോവ എന്ന് പറഞ്ഞാൽ 1000 കോടാനുകോടി ദൂതന്മാർ ദൈവത്തിൻ്റെ സൈന്യമാണ്, ദൈവത്തിൻ്റെ പട്ടാളമാണ്. ലോകത്തിലെ ഭീകരവാദികളോ ലോകത്തിലെ ഗുണ്ടകളോ ലോകത്തിലെ ധിക്കാരത്തോടെ സംസാരിക്കുന്നവരോ ചിലരൊക്കെ പറയുന്നത് മാധ്യമങ്ങളിൽ വായിച്ചിട്ടുണ്ട്, പേപ്പറിൽ വായിച്ചിട്ടുണ്ട്, തട്ടേണ്ടവനെ തട്ടും, പൊക്കേണ്ടവനെ പൊക്കും, ഞങ്ങൾ ചെയ്യേണ്ടത് ചെയ്തിരിക്കും. അതിൻ്റെ മധ്യത്തിൽ ദൈവം പറയുന്നു ഞാൻ പ്രവർത്തിക്കും, ആര് തടയും? സർവശക്തനായ ദൈവം തൻ്റെ ദൂതന്മാരെ അയക്കുക മാത്രമല്ല, സകലത്തെയും സൃഷ്ടിച്ച ദൈവം പറയുകയാണ് ഞാൻ ചിലതിനെയൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണല്ലേ. ദൈവത്തിൻ്റെ വചനം അരുളി അനുസരിക്കാതിരുന്ന ഇസ്രായേൽ മക്കളെ ദൈവം സ്വന്തം ദേശത്ത് നിന്ന് ഇളക്കി. അവരുടെ ആലയം പൊളിച്ചു, അവരുടെ രാജ്യം പൊളിച്ചു, എല്ലാം പൊളിച്ചപ്പോൾ അവർ പ്രവാസത്തിലായി. പക്ഷേ അതിനുശേഷം ദൈവജനത്തെ തൊടുകയും ദൈവാലയത്തിലെ പാത്രങ്ങളെ അശുദ്ധമാക്കിയൊക്കെയും ചെയ്ത രാജാക്കന്മാരുണ്ട്. ദൈവജനത്തെ തൊട്ട് ദൈവജനത്തെ ഇളക്കിയവന് സംഭവിച്ച ഗതികേട് എന്താണ്? നെബൂഖദ്നേസർ രാജാവ് കാളയെപ്പോലെ പുല്ല് തിന്നേണ്ടി വന്നു. ദൈവത്തിൻ്റെ ആലയത്തിലെ പാത്രങ്ങൾ അശുദ്ധമാക്കിയ രാജാവിൻ്റെ ഏപ്പ് അന്ന് ആടി. ദൈവം കരം നീട്ടിയില്ല, ഒരെഴുത്തെഴുതിയതേ ഉള്ളൂ. അന്ന് രാത്രി രാജാവ് തട്ടിപ്പോയി എങ്കിൽ ദൈവത്തിൻ്റെ ദൂത് അറിയിക്കുന്ന ഒരു ദാനിയേൽ വന്നപ്പോൾ പറഞ്ഞ് രാജാവേ പരിപാടി ഇതാണെങ്കിൽ ഞാൻ പറയട്ടെ. ദേവാലയ പണിയോടുള്ള ബന്ധത്തിലാണ് ഇവിടെ ദൂത് പറയുന്നത്. ദൈവത്തിൻ്റെ സഭയാണ് ചരിത്രത്തിൻ്റെ ഗതി നിർണയിക്കുന്നത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരും ദൈവജനങ്ങളും പാർക്കുന്ന സ്ഥലങ്ങൾ, നിങ്ങൾ ആരാധിക്കുന്ന വീടുകൾ, ആരാധിക്കുന്ന ആരാധനാലയങ്ങളിൽ ഏതെങ്കിലും പരാജയം വന്നെങ്കിൽ എല്ലാം അസ്തമിച്ചുവെന്ന് കരുതുന്ന ആളുകൾ പറയുമ്പോൾ വിശ്വസിക്കുന്ന ദൈവജനം ഓർത്തുകൊള്ളണം, ദൈവം ഇളക്കേണ്ടതിനെ ഇളക്കുകയും പണിയേണ്ടതിനെ പണിയുകയും ചെയ്യുന്നവനാണ്. ദൈവം എന്താ? ആകാശത്തെ ഇളക്കും, കരയെ ഇളക്കും, കടലിനെ ഇളക്കും. ദേവാലയ പണിയോടുള്ള ബന്ധത്തിൽ ആ ദൈവവേല ചെയ്യാൻ, ദൈവപ്രവർത്തനം ചെയ്യണമെന്ന് പറയുമ്പോൾ ചില വിശ്വാസികൾ പറയുന്ന ഒഴികഴിവ് എന്താണ്? ഒന്ന്, സമയമായില്ല, ഇപ്പോഴേ സമയമല്ല. ചിലർ പറയും ഉണർവ് നടക്കണമെങ്കിൽ അവസാനത്തെ പാട്ടുപാടി കൈയടിക്കുമ്പോഴേ ദൈവപ്രവർത്തനം നടക്കത്തുള്ളൂ. അങ്ങനല്ല, ആരംഭത്തിൽ തന്നെ ദൈവം പ്രവർത്തിക്കുന്നവനാണ്. അവർ പറയുന്ന കാര്യം പണമില്ലെന്നാണ്. ദേവാലയ പണിക്കല്ല ഉള്ളോ പണമില്ലാത്തത്, ദൈവത്തിന് കൊടുക്കാനല്ല ഉള്ളോ പണമില്ലാത്തത്, മറ്റെല്ലാത്തിനും പണമുണ്ട്. 3, ഞങ്ങൾക്കും സമയമില്ല. കർത്താവ് പറഞ്ഞ് എങ്ങനെ ഇളക്കിയത്? ആകാശത്ത് നിന്നും മഞ്ഞിങ്ങോട്ട് പെയ്യുന്നില്ല, വറുതിയെ വിളിച്ചു വരുത്തിയിരിക്കുക. കൂലിക്കാരൻ കൂലി വാങ്ങി കിഴുത്തയുള്ള സഞ്ചിയിൽ ഇടുന്നത് പോലെയാണ് നിങ്ങളുടെ പ്രയത്നത്തിൻ്റെ മേൽ വറുതി വന്നിരിക്കുകയാണ്. പിന്നെ നിങ്ങൾ ഭക്ഷിച്ചിട്ടും തൃപ്തി പ്രാപിക്കുന്നില്ല, കുടിച്ച് പൂസാകുന്നുണ്ട്, എങ്കിലും സമാധാനമില്ല. പരാജയം മാറണമെങ്കിൽ നിങ്ങൾ ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരണം. പുനലൂർ ടൗണിലുള്ള ആളുകളോട് പറയട്ടെ, പേപ്പർ മില്ലും പ്ലൈവുഡും ഒക്കെ ഇവിടുത്തെ പ്രസിദ്ധമായ ഫാക്ടറികളായിരുന്നല്ലോ, ഇതെല്ലാം പൂട്ടിപ്പോയില്ലേ? എന്താ? സാമ്പത്തിക മാന്ദ്യത.
ആരെങ്കിലും ചിന്തിച്ച ഒറ്റ രാത്രി കൊണ്ട് താലോലിച്ച് തലവണക്കീഴിലോ കയ്യിലോ വെച്ചിരുന്ന 1000 രൂപയുടെ നോട്ടും 500 രൂപയുടെ നോട്ടും സ്തോത്ര കാഴ്ചയിൽ ഇടാൻ പോലും താല്പര്യമില്ലാത്തവര് അതൊക്കെ കൈവിട്ടു പോയില്ലേ? അടിത്തറ ഇളകിയില്ലേ? ഞാനും നിങ്ങളും ചിന്തിക്കുന്നത് പോലല്ല. ദൈവം പറയുന്നു, പാസ്റ്റർമാരല്ല ചെയ്യുന്നത്, പട്ടാളക്കാരല്ല ചെയ്യുന്നത്. 6 ദിവസം കൊണ്ട് ഭൂമിയെ സൃഷ്ടിച്ച ദൈവത്തിന് ഒരൊറ്റ നിമിഷം കൊണ്ട് ഇതിൻ്റെ അടിത്തറ ഇളക്കുവാൻ തക്കവണ്ണം കഴിയും. ദൈവം പറഞ്ഞ ഞാൻ ചെയ്യുമെന്നാണ്. ദൈവം ഇളക്കുന്ന ഇളക്കം കരയെ ഇളക്കും, കടലിനെ ഇളക്കും, ആകാശത്തെ ഇളക്കും. കരയെ ഇളക്കുന്നതിനെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ 24-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ പറയുന്നു, ഞാൻ ഭൂമിയെ കീഴ്മേൽ മറിക്കും, അതിലെ നിവാസികളെ ചിതറിക്കും, ഭൂമി അതിലെ നിവാസികളാൽ മലിനം ആയിരിക്കുന്നു. 14 മുതലുള്ള വാക്യങ്ങൾ, ഭൂമിയുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്നു, ഭൂമി പൊടുപട പൊട്ടുന്നു, കിടുകിട കിടുങ്ങുന്നു, കിറുകിറ കീറുന്നു, ഭൂമി മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു, ഇത് വീഴും. എന്താണ്? പാപമാണ്, ദുർനടപ്പ്, മദ്യപാനം, അക്രമം, ദൈവത്തിൻ്റെ ജനത്തിനെതിരെയുള്ള ആക്രമണം. ഇതൊക്കെ വരുന്ന സമയത്ത് കഴിഞ്ഞ നാളുകളിലും ദൈവം ചിലതിളക്കിയിട്ടുണ്ട്. അന്ന് അവൻ്റെ ശബ്ദം ഭൂമിയെ ഇളക്കി ദൈവത്തിൻ്റെ ജനത്തിന് പ്രമാണം നൽകുവാൻ സീനായ് മലയിൽ കർത്താവ് ഇറങ്ങിയപ്പോൾ മല കുലുങ്ങി, ആകാശത്ത് മുഴക്കമുണ്ടായല്ലേ? നോഹയുടെ കാലത്ത് ജനം പാപം ചെയ്തപ്പോഴെന്താണ്? ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നു, ഭൂമിയിലെ ഉള്ള സകല ആളുകളും ജലപ്രളയത്താൽ നശിച്ചുപോയി. ആകാശത്തെ ഇളക്കി സോദോം ഗൊമോറ ദുഷ്ടത ചെയ്ത ജനതയെ ദൈവം നശിപ്പിച്ചത് മറന്നുപോകരുത്. അരുളി ചെയ്യുന്നവനെ നിരസിക്കരുത്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരെ, നിങ്ങളുടെ ജീവിതത്തിലെ തകർച്ചയുടെ കാരണം ദൈവശബ്ദം കേൾക്കാത്തത് കൊണ്ടാണ്, യേശുവിൻ്റെ വചനം കേൾക്കാത്തത് കൊണ്ടാണ്, അനുസരിക്കാത്തത് കൊണ്ടാണ്. മോശയുടെ നേതൃത്വത്തോട് മത്സരിച്ചവർക്ക് എന്താ സംഭവിച്ചത്? ഭൂമി വായ് പിളർന്ന് ഇവരെല്ലാം ജീവനോടെ താഴെ പോയി ഒറ്റയൊരെണ്ണത്തിൻ്റെ ശവമടക്കം പോലും നടത്തിയില്ല. പാസ്റ്ററാകട്ടെ, വിശ്വാസിയാകട്ടെ, കന്യാസ്ത്രീ ആകട്ടെ, ആരുമായിക്കൊള്ളട്ടെ, ഞങ്ങൾ ആരോടും എതിരുള്ളവരല്ല. കർത്താവ് പറഞ്ഞ് ജാതികളെ ഇളക്കുമെന്നാണ്. ജാതി എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഏതെല്ലാം ഭാഷക്കാര്, വംശക്കാര്, മതവിശ്വാസികൾ ആരൊക്കെയുണ്ടോ ഇതെല്ലാം ചേർന്നതിനെയാ ജാതികളെന്ന് പറയുന്നത്. ദൈവത്തിനെതിരെ, ദൈവപ്രവർത്തനത്തിനെതിരെ, ദൈവജനത്തിനെതിരെ, ദൈവദാസന്മാർക്കെതിരെ കൈകൾ ഉയർത്തിയാൽ ദൈവം അതിൻ്റെ അടിത്തറ വരെ ഇളക്കുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? ദൈവം ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ അവസ്ഥ നോക്കുക, ജാതികളെ ഇളക്കുമെന്നാണ്. ജാതികൾ തമ്മിലല്ലേ തല്ലുന്നത്? രാജ്യങ്ങൾ തമ്മിലല്ലേ തല്ലുന്നത്? ഇന്ന് ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാമ്പത്തിക തകർച്ച, രാഷ്ട്രീയ തകർച്ച, ഭരണത്തിൻ്റെ അസ്ഥിരമായിട്ടുള്ള അവസ്ഥ, ഓരോ രാജ്യത്തും നടക്കുന്ന, സിറിയ തുടങ്ങിയ രാജ്യത്ത് നടക്കുന്ന കൊലപാതകങ്ങൾ, എത്ര ലക്ഷങ്ങളാണ് കൊല്ലപ്പെടുന്നത്? ഇതൊക്കെ കാണുമ്പോൾ ഇന്ന് രാത്രി പുനലൂർ നിവാസികളുടെ കണ്ണ് തുറക്കണം. ഇതിനെയൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ദൈവം സ്വർഗത്തിലുണ്ട്. ഇന്ന് രാത്രി നിങ്ങൾ മറ്റൊന്നും വിശ്വസിച്ചില്ലെങ്കിലും, ദൈവമില്ലെന്ന് ആരെല്ലാം പറഞ്ഞാലും, സഭ വളരത്തില്ലെന്നാരെല്ലാം പറഞ്ഞാലും, യേശുവിനെ ആരാധിക്കുന്നവർ തകർന്നുവെന്ന് പറഞ്ഞാലും, തൽക്കാലം തകർച്ചയുണ്ടെങ്കിലും 70 വർഷത്തിന് ശേഷം അവർ മടങ്ങി വരുമെങ്കിൽ, ഇന്ന് രാത്രി ജീവിതത്തിൽ ഏതെങ്കിലും തകർച്ചകൾ വന്നാലും ഇതിനെ മടക്കി വരുത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ദൈവം പ്രവർത്തിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? കർത്താവ് പറയുകയാണ്, ഞാൻ അടിത്തറയൊക്കെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. എസെക്കേൽ 21:26 മുതൽ പറയുന്നുണ്ട്, മകുടമെന്ന് പറഞ്ഞ തലപ്പാവ് ഞാൻ മകുടം നീക്കി കിരീടം എടുത്തു കളയും. ഞാൻ താണതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. ഈ കിരീടങ്ങളുടെ ഭരണങ്ങൾ എല്ലാം മാറും. അതിനവകാശമുള്ളവൻ വരുവോളം
അതില്ലാതെ ഇരിക്കും. അവൻ വരുന്ന സമയത്ത് ഞാൻ അതിന് കൊടുക്കും. ഭാരതത്തിൽ രാജവാഴ്ച അസ്തമിച്ചതെന്ത്? ലോകത്തിലെ പല രാജ്യങ്ങളിലും രാജവാഴ്ച അസ്തമിച്ചത് എന്ത്? കിരീടമണിയുവാൻ യോഗ്യനായ ഒരുവൻ വരാനുള്ള സമയമായി. അതിന് മുന്നോടിയായി കാര്യങ്ങളൊക്കെ ദൈവം ഇളക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഇളക്കും, കരയിളക്കും, കടലിനെ ഇളക്കും, ജാതികളെ ഇളക്കും, രാജ്യങ്ങളുടെ ബലത്തെ നശിപ്പിച്ചു കളയും എന്ന് കർത്താവ് പറയും. ദൈവത്തെ സേവിക്കുന്ന, ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ആളുകളെ വിടത്തില്ല, തട്ടിക്കളയുമെന്ന് പറഞ്ഞ ഫറവോൻ്റെ രാജ്യത്തെ ദൈവം ഇളക്കിയോ? ദൈവത്തിൻ്റെ പ്രവർത്തനം ചെറിയ ചെറിയ കാര്യങ്ങളാണ്. ഞാൻ നിന്നെ വിടത്തില്ല, യേശുവിനെ ആരാധിക്കാൻ, യഹോവയെ ആരാധിക്കാൻ, പള്ളി പണിയാൻ ഇവിടെ അനുവദിക്കത്തില്ല എന്നൊക്കെയാണ് പലയിടത്തും പറയുന്നത്. ഇസ്രായേൽ മക്കളുടെ പള്ളി പൊളിച്ച ശേഷം പറഞ്ഞ് ഇനി ഇവിടെ പള്ളി പണിയത്തില്ല. പക്ഷെ ദൈവം പറഞ്ഞ് ഞാൻ ഇളക്കാൻ പോകുകയാണ്. ഒറ്റ രാത്രി ഇതിനു മുൻപ് ഭരണം നടത്തിക്കൊണ്ടിരുന്ന രാജാവിനെ തട്ടിക്കളഞ്ഞെങ്കിൽ കോരശിനെ അഭിഷിക്തനാക്കിയ ശേഷം പറഞ്ഞ് എനിക്ക് മുൻപുള്ളവൻ പള്ളി പണിയാൻ സ്ഥലത്തിന് അനുവാദം തരത്തില്ലെങ്കിൽ, പള്ളി പണിയാൻ പെർമിഷൻ തരത്തില്ലെങ്കിൽ മാറ്റേണ്ടവനെ മാറ്റും. ദൈവം അഭിഷിക്തനായ കോരശിനെ അയക്കുമെങ്കിൽ കേരളത്തിലും ഇന്ത്യയിലും കള്ള് ഷാപ്പ് തുറക്കാൻ, ചാരായ ഷാപ്പ് പണിയാം, മറ്റു പല പരിപാടികളും ചെയ്യാം. പെന്തക്കോസ്തുകാർ പ്രാർത്ഥനാലയം പണിയാൻ അനുവാദം ചോദിച്ചാൽ കലക്ടറുടെ അനുവാദം വേണം. നിയമപരമായ കാര്യങ്ങളെ ഞങ്ങൾ അനുകൂലിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാണ്. ഇവരെ ബഹളമുണ്ടാക്കുന്നവരാ, നിലവിളിക്കുന്നവരാ. ഇവിടെ നിന്നും പള്ളി പണിയാൻ നടക്കത്തില്ല, അനുവാദം തരത്തില്ല എന്ന് പറഞ്ഞിരുന്നാൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിൻ്റെ ജനം പ്രാർത്ഥിച്ചാൽ മതി, അടിത്തറ ദൈവം ഇളകും. പൗലോസിനെയും ശീലാസിനെയും കൂടെ തല്ലി, പൂതിരിയെ തല്ലി ജയിലിനകത്തിട്ടു. അവരിരുന്ന് ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചതേ ഉള്ളൂ. കാരാഗ്രഹത്തിൻ്റെ അടിത്തറ ദൈവം ഇളക്കി. ജയിൽ സൂപ്രണ്ട് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് വിശ്വാസിയായി തീർന്നെങ്കിൽ ഇന്ത്യ രാജ്യത്ത് 120 കോടിയിൽ പരം ആളുകളുണ്ട്. ഏത് മതത്തിലും ഏത് സമുദായത്തിലും ഉള്ളവരെ ഞങ്ങൾ സ്നേഹിക്കുന്നു, ഞങ്ങൾ ആർക്കും എതിരല്ല. പക്ഷെ ഒരു കാര്യം ഇന്ന് രാത്രി എൻ്റെ കർത്താവ് പറഞ്ഞ വചനത്തിൽ പറയട്ടെ. ദൈവ ആരാധനയ്ക്കെതിരെ, യേശുവിൽ വിശ്വസിക്കുന്നതിനെതിരെ ഏതെല്ലാം നിയമം കൊണ്ടോ പീഡ കൊണ്ടോ നിയമനിർമ്മാണം കൊണ്ടോ കെട്ടാൻ പരിശ്രമിച്ചാലും സ്വർഗസ്ഥനായ ദൈവത്തിൻ്റെ നിയമം ലോകത്തിൻ്റെ നിയമത്തെക്കാൾ ശക്തമാണ്. തിരുത്തേണ്ടതിനെ തിരുത്തുവാൻ, മാറ്റേണ്ടതിനെ മാറ്റുവാൻ ഈ ദിവസങ്ങളിൽ ദൈവം ഭൂമിയുടെ ഉന്നതികളിൽ നടകൊള്ളുക മാത്രമല്ല, തൻ്റെ ജനത്തിനായി പ്രവർത്തിക്കുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഞാൻ ഇളക്കേണ്ടതിനെയൊക്കെ ഇളക്കുമെന്നാണ് പറയുന്നത്. സകല ജാതികളെയും ഞാൻ ഇളക്കും. ഹഗ്ഗായിയുടെ പ്രവചനം കഴിഞ്ഞ് പറഞ്ഞ് ഇതിൻ്റെ ഇളക്കത്തിൻ്റെ എല്ലാം പിന്നിലെന്താ? സകല ജാതികളുടെയും മനോഹര വസ്തു വെളിപ്പെടും. ഹഗ്ഗായി പ്രവചിച്ചേതാണ്ട് 500 പരം വർഷങ്ങൾക്ക് ശേഷമാണ് എബ്രായലേഖന കർത്താവ് എഴുതുന്നത്. എന്താ? അടിസ്ഥാനങ്ങൾ ചിലത് വിശ്വാസികളെ, അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ, ചിലർ പറയാം അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തും ചെയ്യുമെന്ന്, അല്ലേ? അടിസ്ഥാനങ്ങൾ മറിഞ്ഞു പോയാൽ നീതിമാൻ എന്തു ചെയ്യും? യോബിനോട് ചോദിക്കാം, നീ ദൈവത്തിൽ വിശ്വസിച്ചു, കർത്താവിനെ ആരാധിച്ചവനാ, അടിസ്ഥാനങ്ങളൊക്കെ ഇളകിയില്ലേ? നിൻ്റെ മക്കൾ 10 പേര് ഒറ്റ ദിവസം മരിച്ചുപോയി, നിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടു, സ്നേഹിതരായിരുന്ന ആളുകളൊക്കെ ഇപ്പോൾ ദൂരെ മാറി എന്നിപ്പം ചൊറിയം വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുക. അവൻ്റെ സഹധർമ്മിണി പോലും ഇപ്പോൾ പറയുകയാണ്, എന്തിനാണ് ദൈവത്തെ സേവിക്കുന്നത്? ദൈവത്തെ ശപിച്ച് മരിച്ചു കളക. എന്താ ഇയ്യോബ് പറഞ്ഞത്? അടിസ്ഥാനങ്ങളൊക്കെ ഇളകി. പക്ഷെ പറയുകയാണ്, ഇങ്ങനൊക്കെ വന്നാലും എൻ്റെ ദൈവത്തെ ഞാൻ ഒരു ദിവസം കാണാൻ പോവുകയാണ്.
ദൈവം അവൻ്റെ അവസ്ഥയ്ക്ക് മാറ്റം വരുത്തിയോ? ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിനെതിരെ നിൽക്കുന്നവർക്ക് മാത്രമല്ല, ദൈവത്തിൽ വിശ്വാസിക്കുന്ന ചില ആളുകളുടെ ജീവിതത്തിൽ രോഗം വന്നു, പ്രയാസം വന്നു, മരണം വന്നു, സാമ്പത്തിക നഷ്ടം വന്നു. ഇതിൻ്റെ മധ്യത്തിൽ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുമോ? അല്പം കഴിഞ്ഞാലും മനസ്സിലാക്കണം, ഇയ്യോബിൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടു. അവൻ്റെ അടുക്കലേക്ക് ദൈവം ഇറങ്ങി വന്നു, വീണ്ടും 10 മക്കളെ കൊടുത്തു, ഇയ്യോബിൻ്റെ ആരോഗ്യം വർദ്ധിപ്പിച്ചു, തൻ്റെ ഭാര്യയും ജീവനോടെ നിലനിർത്തിയെങ്കിൽ ഇളക്കേണ്ടതിനെ ഇളക്ക് മാത്രമല്ല, നിങ്ങളുടെ അടിസ്ഥാനങ്ങൾ ഇളക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. ദൈവം നമ്മുടെ സങ്കേതമാണ്, ബലമാണ്, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയാണ്. അതുകൊണ്ട് ഭൂമി മാറിപ്പോയാലും, പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും, അതിൻ്റെ കോപം കൊണ്ട് വെള്ളം ഇരച്ച് കലങ്ങിയേക്കാം. പക്ഷെ ഇന്ന് രാത്രി ഭക്തന്റെ പ്രത്യാശ എന്ത്? ദൈവം അതിൻ്റെ മധ്യേ ഉണ്ട്. അധികാലത്ത് തന്നെ എന്നെ സഹായിക്കാൻ ഇറങ്ങി വരുന്ന എൻ്റെ ദൈവം, ചുഴലിക്കാറ്റിൽ ഇയ്യോബിനോട് സംസാരിച്ച ദൈവം, ഇന്ന് രാത്രി എൻ്റെ മുൻപിൽ കഷ്ടതയിലോ രോഗത്തിലോ എല്ലാം ഇളകിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ ദൈവശബ്ദം ഇന്ന് രാത്രി കേൾക്കേണ്ട രാത്രിയാണ്. എൻ്റെ വീണ്ടെടുപ്പുകാരൻ ജീവിച്ചിരിക്കുന്നു. അടിത്തറകളൊക്കെ ഇളകിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ദൈവം പറയുന്നത് എന്താണ്? ഞാൻ നിന്നെ ഉറപ്പിക്കാൻ തക്കവണ്ണം ശക്തനാണ്. കർത്താവ് പറഞ്ഞു, ജാതികളെ ഇളക്കും, പിന്നെ വംശങ്ങളെ ഇളക്കും, ഭാഷക്കാരെ ഇളക്കും, രാജ്യങ്ങളെ ഒക്കെ ദൈവം ഇളക്കും എന്നൊക്കെ പറയുന്നുണ്ട്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കാൻ തുടങ്ങിയാൽ ദൈവം ചെയ്യുന്ന പ്രവർത്തനത്തെ ഒരിക്കലും നമുക്ക് അളക്കുവാൻ തക്കവണ്ണം സാധ്യമല്ല. യേശു ഭൂമിയിലേക്ക് വന്നു, അവൻ്റെ വചനം ഏതിനെയൊക്കെയാണ് ഇളക്കിയത്? ഒന്ന്, അന്നത്തെ സമൂഹത്തെ ഇളക്കി. അതുവരെയും പഠിപ്പിക്കുന്നവരുണ്ട്, ശാസ്ത്രിമാരും പരീശന്മാരും. പക്ഷേ യേശു വചനം പ്രസംഗിക്കാനും യേശു വചനം പഠിപ്പിക്കാനും തുടങ്ങിയപ്പോൾ ആളുകൾ പറയുകയാണ്, ഇവൻ്റെ പഠിപ്പിക്കുക എന്തോ ഒരു ശക്തമായ പഠിപ്പിക്കുക. കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകളായി നമ്മൾ കെട്ടിപ്പടുത്ത പള്ളിയിലെ പാരമ്പര്യവും തക്സായും പള്ളിയിലെ പഠിപ്പിക്കുകയൊക്കെ ആളുകൾ കേട്ട് പിന്നെയും കുനിഞ്ഞിരിക്കുക, പിന്നെയും കൈ വരണ്ടിരിക്കുക, പിന്നെയും പിശാച് പിടിച്ചിരിക്കുകയാണ്. പക്ഷെങ്കിൽ യേശുവിൻ്റെ വചനം കേട്ടപ്പോൾ വലങ്കൈ വരണ്ടവൻ അവന് സൗഖ്യമായി. 18 വർഷമായി അബ്രഹാമിൻ്റെ മകളാണെങ്കിലും പിശാച് ബന്ധിച്ചിരുന്ന സ്ത്രീയെ യേശു നോക്കി പറയുന്നു, സ്ത്രീയെ, നിന്റെ ബന്ധനം അഴിഞ്ഞിരിക്കുന്നു. ഇതെന്തോ ഒരു പഠിപ്പിക്കുകയാണ്. വചനത്തിൽ സൃഷ്ടിപരമായ ശക്തി ഉണ്ടെങ്കിൽ ഇന്ന് രാത്രികാലം ആ വചനം നമ്മുടെ ജീവിതത്തിൽ വിടുതൽ നൽകുന്ന രാത്രിയായി തീരട്ടെ. യേശുവിൻ്റെ പഠിപ്പിക്കുക, ഉപദേശം സാമൂഹ്യ വ്യവസ്ഥിതിയെ ഇളക്കി. യേശുവിൻ്റെ വചനത്തിൻ്റെ ശക്തിയിൽ വിശ്വസിച്ച് ആളുകൾ മുന്നോട്ട് പോയപ്പോൾ പെന്തക്കോസ്തു നാളിൽ അവര് അതിനു മുൻപ് പ്രാർത്ഥനയിലായിരുന്നു. പള്ളിയിൽ പെരുന്നാൾ നടക്കുന്നു, പക്ഷെങ്കിൽ അവർ കൂടിയിരുന്ന സ്ഥലത്ത് ദൈവശക്തി ഇറങ്ങി. പിന്നീട് വായിക്കുന്ന അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. 120 പേര് ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിച്ച് ദൈവശക്തി ഇറങ്ങിയപ്പോൾ നാമധേയ ആരാധനയുടെ അടിത്തറ ദൈവം ഇളക്കി. കേട്ടോ, ലോകത്തിൻ്റെ സംഭവങ്ങൾ നോക്കുക, ചരിത്രങ്ങൾ നോക്കുക. ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ച റഷ്യയോ മറ്റ് രാജ്യങ്ങളൊക്കെ, അവിടെ അവർ പറഞ്ഞ് ക്രിസ്ത്യാനിത്വം വിജയിക്കത്തില്ല. പക്ഷേ തടവറകളിൽ, കഷ്ടതകളിൽ മുൻപേ ബ്രദർ ഷിബു ഓർപ്പിച്ചതുപോലെ യേശുവിന് വേണ്ടി ഒരു വ്യക്തി രക്തസാക്ഷിയായി മരിച്ചാലോ രക്തം ചിന്തിയാലോ പ്രാർത്ഥിച്ചാലോ ഓർക്കണം, അവരുടെ പ്രാർത്ഥന സ്വർഗത്തിൻ്റെ മണ്ഡലത്തിൽ ചെന്ന് ദൂതന്മാർ അവിടേക്ക് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുമെങ്കിൽ ഇന്ന് രാത്രികാലം നിങ്ങളുടെ കുടുംബത്തിനെതിരെ, നിങ്ങളുടെ ജീവിതത്തിനെതിരെ, നിങ്ങളുടെ സഭയ്ക്കെതിരെ, ദൈവസഭയ്ക്കെതിരെ കേരളത്തിലോ ഭാരതത്തിലോ ഉയർന്നുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളെ ദൈവത്തിൻ്റെ വചനത്താലും ശക്തിയാലും കർത്താവേ, നീ ഈ ദിവസങ്ങളിൽ ഇളക്കി നിന്റെ നാമം മഹത്വപ്പെടുത്തണമേ എന്ന് വിശ്വസിക്കുന്നവര് കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. അപ്പോസ്തലരുടെ പുസ്തകം 12-ാം അധ്യായം. ഹേരോദ ഒരു പരിപാടി ചെയ്തു.
യാക്കോബിൻ്റെ സഹോദരനായ യോഹന്നാൻ്റെ സഹോദരനായ യാക്കോബിനെ വാളുകൊണ്ട് കൊന്നു. പിറ്റേ ദിവസം വേറൊരുത്തിനെയും കൂടെ തട്ടാൻ പരിപാടിയിട്ടു. ദൂതൻ അവിടെ ചെന്നിട്ട് പറഞ്ഞു, നീ വെളിയിൽ പൊയ്ക്കോളാൻ പറഞ്ഞു. ഇളക്കേണ്ടതിനെ ഇളക്കിയോ? അല്പസമയം കഴിഞ്ഞപ്പോൾ ഒരു ദൂതൻ അവനെ തൊട്ടതേ ഉള്ളൂ. ഹേരോദാവ് കൃമിക്കിരയായി പ്രാണനെ വിട്ടു. ഇന്ന് രാത്രി നിങ്ങൾക്കെതിരെ ഉയർന്നിരിക്കുന്ന അന്ധകാര ശക്തികളാകട്ടെ, പ്രതികൂല ശക്തികളാകട്ടെ, അതൊന്നും നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന ഒരായുധവും ഫലിക്കുകയില്ല. വിശുദ്ധന്മാർ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്ന ഇടത്തേക്ക് അനുഗ്രഹമായി, വിടുതലായി, ദൈവശക്തിയായി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി കൈകൾ അടിച്ച് ദൈവത്തിനൊരു സ്തോത്രം കരയറ്റണം. സകല ജാതികളുടെയും മനോഹര വസ്തു വെളിപ്പെടും. അല്ലേ? ഈ ഇളക്കത്തിൻ്റെ ഒക്കെ പിന്നിൽ പറയുന്നു സകല ജാതികളുടെയും മനോഹര വസ്തു. ഇതാരാണ്? ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ യേശുവിനെ കുറിച്ച് ശിമ്യോൻ പറയുന്നുണ്ട്, സകല ജാതികൾക്ക് പ്രകാശവും രക്ഷയുമായ നീ സകല ജാതികൾക്ക് ഒരുക്കിയിരിക്കുന്ന രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ. മനോഹര വസ്തു എന്നല്ല, ഡിസയർ ഓഫ് ഓൾ നേഷൻസ്. സകല ജാതികളും ആഗ്രഹിക്കുന്ന ഒരു പുരുഷനുണ്ടെങ്കിൽ അവൻ യേശുവാണ്. ശൂനേമി ഈ മണവാളനെ കുറിച്ച് എന്തു പറയുന്നു? ഹീ ഈസ് ഓൾ ടുഗദർ ലവ്ലി, സർവാംഗ സുന്ദരനെന്നാണ്. കുഞ്ചൻ നമ്പ്യാർ പറഞ്ഞു, കുറ്റവും കുറവും ഇല്ലാത്തവൻ ആരുണ്ട്? ഒരുത്തൻ്റെ മുഖം സുന്ദരമാണെങ്കിലും തലമുടി ഒന്നുമില്ല, എന്തു ചെയ്യാം? സർവാംഗ സുന്ദരനെന്ന് പറയാൻ പറ്റത്തില്ല. വേറൊരുത്തൻ ഒരുപാട് വൈകല്യങ്ങളുണ്ട്. ലോകത്തിലേക്ക് ജനിച്ച സകല മതനേതാക്കളും അല്ലെങ്കിൽ പുരുഷന്മാരും പ്രവാചകന്മാരും ഏതെങ്കിലും വിധത്തിൽ കുറവുകളുള്ളവരാണ്. നേതാക്കളെല്ലാം മരണത്താലും മറഞ്ഞുപോയി. എന്നാൽ യേശുവിനെ കുറിച്ച് ഇന്ന് രാത്രി പറയാനുള്ളത് സകല ജാതികളും ആകാശത്തിൻ്റെ കീഴിലുള്ള സകല ഗോത്രങ്ങളിലും ഭാഷകളിലും വംശത്തിൽ നിന്നുള്ളവരെ, ആന്ധ്രയിൽ നിന്നുള്ളവരെ ഇന്ന് രാത്രി കണ്ടു, മറ്റുള്ളവരെ കണ്ടു. അവരുടെയൊക്കെ ജീവിതത്തിൻ്റെ കൺകുളിർക്ക കണ്ട് സന്തോഷിക്കാൻ കഴിയുന്ന ഒരുവനുണ്ടെങ്കിൽ 10,000-ങ്ങളിൽ അതിസുന്ദരനായ യേശു ക്രിസ്തുവാണ്. നീ 10,000-ങ്ങളിൽ അതിസുന്ദരനാണ്. യേശുവിനെ കുറിച്ച് എന്താ പറയുന്നത്? കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി. വെളിപ്പാട് പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ ശേഷം ഞാനൊരു പുരുഷാരത്തെ കണ്ടു. ആർക്കും എണ്ണി തിട്ടപ്പെടുത്തുവാൻ കഴിയാത്ത കോടാനുകോടി ആളുകൾ സിംഹാസനത്തിൻ്റെ മുൻപിൽ നിൽക്കുന്നു. അവർക്ക് പാടാനുള്ളതെന്ത്? കുഞ്ഞാടേ, നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിൽ നിന്നുള്ളവരെ വിലയ്ക്ക് വാങ്ങി ഞങ്ങൾ ഭൂമിയിൽ പുതിയൊരു പാട്ട് പാടുന്നു എന്നുള്ള പാട്ട് അന്ന് മാത്രമല്ല, ഇന്ന് രാത്രി എൻ്റെ യേശു എന്നെ രക്ഷിച്ചു, എന്നെ വിടുവിച്ചു, എന്നെ സൗഖ്യമാക്കി, എന്നെ ഉയർത്തി. ഇവനെപ്പോലെ സുന്ദരൻ, ഈ കർത്താവിനെ പോലെ ആഗ്രഹിക്കത്തക്കവൻ, ഈ കർത്താവിനെ പോലെ സഹായിക്കുവാൻ മറ്റാരുമില്ല എന്ന് എത്ര പേർക്ക് സന്തോഷത്തോടെ പറയാൻ തക്കവണ്ണം കഴിയും? സകല ജാതികളുടെയും മനോഹര വസ്തു വെളിപ്പെടും. കർത്താവ് പറഞ്ഞ ആകാശത്തെ ഇളക്കും, കടലിനെ ഇളക്കും, കരയെ ഇളക്കും. അല്ലേ? മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം, ലൂക്കോസിൻ്റെ സുവിശേഷം 21-ാം അധ്യായം, ഇതിലൊക്കെ കർത്താവ് പറയുന്നു കര മാത്രമല്ല, അതിൻ്റെ ശേഷം ആകാശത്തിൽ അടയാളങ്ങൾ, ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴെ വീഴും. ഈ ലോകത്തിൽ എന്ത് സംഭവിപ്പാൻ പോകുന്നുവെന്ന് അറിഞ്ഞുകൊണ്ട് ജാതികൾക്ക് നിരാശയോടുകൂടിയ പരിഭ്രമം ഉണ്ടാകും. എന്താണ്? ഇന്ന് രാത്രി, എനിക്ക് സമയത്തിൻ്റെ പരിമിതി ഉണ്ടല്ലോ, ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവജനങ്ങൾ ഓർത്തുകൊള്ളണം. ഹഗ്ഗായി പ്രവചിച്ച് 500 വർഷത്തിന് ശേഷം ശിമ്യോൻ ദേവാലയത്തിൽ വെച്ച് കണ്ട ശിശുവായ യേശുവല്ല,
ഈ ദിവസങ്ങളിൽ നിന്ന് ലോകത്തിൻ്റെ സംഭവങ്ങൾ, സാമ്പത്തിക മണ്ഡലം, രാഷ്ട്രീയ മണ്ഡലം, ഭരണത്തിൻ്റെ മണ്ഡലം ഇതൊക്കെ ഇളകി ആടിക്കൊണ്ടിരിക്കുമ്പോൾ ദാനിയേൽ പ്രവചനത്തിൽ നാം വായിക്കുന്നു, ദർശനം ലഭിച്ച ദാനിയേൽ പറയുന്നു, ഈ രാജാക്കന്മാരുടെ കാലത്ത് സ്വർഗസ്ഥനായ ദൈവം ഒരു നാളും ഇളകാത്ത ഒരു രാജ്യത്വം സ്ഥാപിക്കും. ഇത് സകല രാജ്യത്വങ്ങളെയും തകർത്ത് തരിപ്പണമാക്കും. അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർ രാജ്യത്വം ഈ ഭൂമിയിൽ കൈയാളാൻ പോകുകയാണ്. നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? ഞാനും നിങ്ങളും സഭകളിലും ഭവനങ്ങളിലും ദൈവത്തെ സ്തുതിച്ച് ആരാധിക്കുക മാത്രമല്ല, ഇന്ന് രാത്രി പുനലൂർ നിവാസികളോട് പറയാനുള്ളത്, ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഈ ഭൂമിയിലേക്ക് വന്ന യേശുക്രിസ്തു എന്നെ കേൾക്കുന്ന നിങ്ങളെ രക്ഷിപ്പാൻ ശക്തനാണ്. ആശുപത്രികളിൽ രോഗികളുണ്ട്, തെരുവിൻ്റെ സൈഡുകൾ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുണ്ട്. മദ്യപാനത്തിൽ, മയക്കുമരുന്നിൽ ജീവിതം തകർന്ന് ഞാൻ എന്ത് ചെയ്യേണ്ടിവെന്ന് കഴിയുന്നവരോട് ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ളത്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ശത്രുവായ പിശാച് നിങ്ങളുടെ കുടുംബത്തെ ഇളക്കി തകർത്ത് നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ, ആത്മഹത്യയ്ക്ക് വേണ്ടി ഒരുങ്ങിയ ജയിൽ സൂപ്രണ്ട് എന്നോട് പൗലോസ് പറയുന്നുണ്ട്, കർത്താവായ യേശുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാനിടയാകും. സകല ജാതികളുടെയും മനോഹര വസ്തുവായ യേശു ഇന്ന് രാത്രി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരട്ടെ. ഡിസയർ ഓഫ് ഓൾ നേഷൻസ്, സകല ജാതികളുടെയും ആഗ്രഹത്തിൻ്റെ വസ്തു മാത്രമല്ല, പിന്നെയോ ആവശ്യങ്ങൾ നിവർത്തിക്കുന്നവനാണ്. ആഗ്രഹം എന്ത്? എസ്തർ രാജ്ഞിയോട് അഹശ്വേരോശ് ചോദ്യം ചോദിക്കുന്നു, എസ്തർ രാജ്ഞിയെ, നിന്റെ ആഗ്രഹം എന്താണ്? അത് രാജ്യത്തിൻ്റെ പകുതിയാണെങ്കിലും തരാം. എസ്തർ രാജ്ഞി എന്താ പറയുന്നത്? ഭൗതികമായതല്ല, എൻ്റെ ജനത്തിൻ്റെ നാശം ഞാൻ എങ്ങനെ കണ്ടുകൊണ്ടിരിക്കും? ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, രാജാവിൻ്റെ ഹൃദയം യഹോവയുടെ കയ്യിൽ നീർത്തോട് കണക്കെ എന്ന പോലെ ഇരിക്കുന്നുവെങ്കിൽ, വിശ്വസിക്കുകയും ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ മക്കൾക്കായി നിയമത്തെ തിരുത്തി എഴുതുവാൻ, അധികാരികളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയുമെന്ന് വിശ്വസിക്കുന്നവർ ഒരു നിമിഷം എന്നോട് കൂടെ ചേർന്ന് കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. നിങ്ങളുടെ സ്ഥലത്ത് സഭാകൾ പണിയത്തില്ല, നിങ്ങൾ ദൈവത്തെ ആരാധിക്കത്തില്ല, നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് നിയമത്തിൽ കൂടെ ആരെല്ലാം കെട്ടാൻ തുടങ്ങിയാലും, എസ്തറിൻ്റെ നേരെ അഹശ്വേരോശ് രാജാവ് പൊൻചെങ്കോൽ നീട്ടിയെങ്കിൽ, ഇന്ന് രാത്രി കർത്താവ് പറയുന്നു, ഞാൻ ഇളക്കേണ്ടതിനെ ഇളക്കും, ഞാൻ പണിയേണ്ടതിനെ പണിയും, ഞാൻ പ്രവർത്തിക്കും, ആര് തടയും? അതിനെ തടയുവാൻ കഴിയാത്ത കർത്താവ് ഇന്ന് രാത്രി എനിക്ക് വേണ്ടി ചില അത്ഭുതങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി കൈകളടിച്ച് ദൈവത്തിനൊരു സ്തോത്രം കരേറ്റണം. അവൻ ഇന്നും സർവശക്തനാണ്, അവൻ ഇന്നും അത്ഭുതം പ്രവർത്തിക്കുന്നവനാണ്. ആഗ്രഹം മാത്രമല്ല, ആവശ്യം അല്ലേ? യേശുവിനെ പോലെ ആവശ്യങ്ങൾ നിവർത്തിപ്പാൻ കഴിവുള്ളവൻ ആരുണ്ട്? ഓരോരുത്തരുടെ ആവശ്യം ചെറുതായിരുന്നേക്കാം. രക്തസ്രവമുള്ള ഒരു സ്ത്രീ, അവിടെ ആവശ്യം, അവിടെ വേദന ആരോടും പറയാൻ പറ്റത്തില്ല, അങ്ങനെയുള്ള അസുഖമാണ്. പക്ഷേ അവൾ അടുത്ത് ചെന്നിട്ട് യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലൊന്ന് തൊട്ടു. ശക്തി പുറപ്പെട്ടെങ്കിൽ നിങ്ങളുടെ വേദന, നിങ്ങളുടെ രോഗം, നിങ്ങളുടെ ആവശ്യം എന്തോ യേശു ഇന്ന് രാത്രി എൻ്റെ അടുക്കലുണ്ടെന്ന് വിശ്വസിക്കുന്നവർ വിശ്വാസത്തിൻ്റെ കരം ഉയർത്തി തൊട്ടാൽ ഇന്ന് രാത്രി ദൈവത്തിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. യേശുക്രിസ്തു ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നു എന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? എൻ്റെ ശ്വാസത്തെക്കാൾ സമീപമായി പാസ്റ്റർക്കോ പ്രവാചകനോ ചെയ്യുവാൻ കഴിയാത്ത കാര്യങ്ങൾ എൻ്റെ കർത്താവിന് എനിക്ക് വേണ്ടി ചെയ്യുവാൻ കഴിയുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? അല്ലേ? അന്ന് അവൻ്റെ ശബ്ദം ഭൂമിയെ ഇളക്കി. ഇനി എന്താ? എബ്രായലേഖനത്തിൽ പറയുന്നു, ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഹഗ്ഗായി പ്രവാചകനും സെക്കരിയ പ്രവാചകനും സമകാലീനരായി അടുത്തടുത്ത് പ്രവചിച്ചവരാണ്. ഞാൻ പറഞ്ഞു, കരയെ ഇളക്കും, കടലിനെ ഇളക്കും, ആകാശത്തെയും ദൈവം ഇളക്കുമെന്നാണ് പറയും.
സക്കരിയ 14:2 ഞാൻ സകല ജാതികളെയും യെരൂശലേമിനോട് യുദ്ധത്തിനായി കൂട്ടിവരുത്തും. 4-ാം വാക്യം അന്നാളിൽ അവൻ്റെ കാൽ യെരൂശലേമിനെതിരെ കിഴക്കുള്ള ഒലിവുമലയിൽ നിൽക്കും. ഒലിവുമല കിഴക്ക് പടിഞ്ഞാറായി നടുവെ പിളർന്നു പോകും. ഏറ്റവും വലിയൊരു താഴ്വര ഉളവായി വരും. 5-ാം വാക്യം എൻ്റെ ദൈവമായ യഹോവയും തന്നോടുകൂടെ സകല വിശുദ്ധന്മാരും വരും. അന്നാളിൽ വെളിച്ചം ഉണ്ടാകയില്ല, ജ്യോതിർഗോളങ്ങൾ മറഞ്ഞു പോകും. യഹോവ മാത്രം വരുന്ന ഒരു ദിവസം വരുമെന്ന് പറയുന്നുവെങ്കിൽ സകല ഭൂമിയെയും സൃഷ്ടിച്ചവൻ്റെ പാദങ്ങൾ ഒലിവുമലയിൽ ചവിട്ടുന്ന ഒരു ദിവസം ആസന്നമായി എന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? പക്ഷേ അതിനു മുൻപ് ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവജനം ഓർത്തുകൊള്ളണം, കർത്താവിൻ്റെ വരവ് താമസിക്കുന്നുവെങ്കിൽ വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ഇന്നേക്ക് 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലമൊരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ കാഹളധ്വനി ഇന്ന് രാത്രി കേൾക്കുന്നുവെങ്കിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളത്തിൽ വിശ്വാസം ഉയരട്ടെ. സകല ജാതികളുടെയും മനോഹര വസ്തുവായ യേശു, 10000-ങ്ങളിൽ അതിസുന്ദരനായ കർത്താവിൻ്റെ മുഖം ഇന്ന് രാത്രി കർത്താവ് ഗംഭീരനാദത്തോടെ, പ്രധാനദൂതന്റെ ശബ്ദത്തോടെ, ദൈവത്തിൻ്റെ കാഹളത്തോടെ ഇറങ്ങി വന്നാൽ, ഇവിടെ കയറി വരുവീനെന്നുള്ള ശബ്ദം മുഴങ്ങിയാൽ കർത്താവിൻ്റെ അടുക്കലേക്ക് പോകുവാൻ ഒരുക്കമുള്ളവർ എത്ര പേരുണ്ട്? ഈ യേശുവിനെ എതിരേൽക്കാൻ നിങ്ങൾ തയ്യാറാണോ? സന്തോഷമുണ്ടെങ്കിൽ കൈകൾ ഉയർത്തി ദൈവത്തെ ഒരു പ്രാവശ്യം കൂടെ സ്തുതിച്ചാലും. ഒരു കാര്യം കൂടെ പറയട്ടെ. മീഖ 4:1 അന്ത്യകാലത്ത് യഹോവയുടെ ആലയം ഉള്ള പർവ്വതത്തിലേക്ക് സകല ജാതികളും ഒഴുകിച്ചെല്ലും. ലോകത്തിലെ സകല രാജ്യക്കാരും ജാതിക്കാരും ഒഴുകിച്ചെല്ലുവാൻ പോകുന്നത്, ഞാൻ പറയട്ടെ, ഇന്ന് തീർത്ഥാടന കേന്ദ്രങ്ങളായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങളിലേക്കല്ല. സകല ജാതികളും ഭാഷക്കാരും ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും അറബി രാജ്യത്തുള്ളവരും യൂറോപ്യരും അമേരിക്കയിലുള്ളവരും സകലരും യേശുവിനെ ആരാധിക്കുവാൻ യെരൂശലേമിലേക്ക് പോകുന്ന ഒരു ദിവസം വരുമെന്ന് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട്? ഇളക്കേണ്ടതിന് ഇളക്ക് മാത്രമല്ല, സകല ജാതികളുടെയും മനോഹര വസ്തുവായി യേശു വെളിപ്പെടുമ്പോൾ ഞാനും അവനോടുകൂടെ പോകുമെന്ന് വിശ്വസിക്കുന്നവരെ, സന്തോഷമുള്ളവരെ കൈകൾ ഉയർത്തി ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. കൈകളടിച്ച് ദൈവത്തെ സ്തുതിക്കാം. സകല ജാതികളുടെയും മനോഹര വസ്തുവായ എൻ്റെ പ്രാണപ്രിയൻ, 10000-ങ്ങളിൽ അതിസുന്ദരനായ യേശുവിൻ്റെ വരവ് സമീപമായിരിക്കുകയാണ്. ഇന്ന് രാത്രി അവൻ്റെ വചനം നിങ്ങൾ കേൾക്കുക. ഹഗ്ഗായിൽ പറയുന്ന 1-2 കാര്യങ്ങളോടെ ഞാൻ ഓർക്കട്ടെ. ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ട്, ഞാൻ ഈ സ്ഥലത്ത് സമാധാനം നൽകും, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, ഈ ആലയം ദൈവമഹത്വത്താൽ നിറയും. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ സഭയിൽ ഇനി ഒന്നും നടക്കയില്ല എന്ന് പറയുന്നെങ്കിൽ കർത്താവ് പറയുന്നു, മുൻപിലത്തെ ആലയത്തിൻ്റെ മഹത്വം കണ്ടവർ പറഞ്ഞ് ഇവിടെ ഒന്നും നടക്കത്തില്ല. ദൈവം പറയുന്നു, ഈ ആലയത്തിൻ്റെ മഹത്വം ശലോമോൻ്റെ ദേവാലയത്തിൻ്റെ മഹത്വത്തെക്കാൾ വലുതായി തീരുമെന്നുള്ളത് പുത്തൻ യെരൂശലേമിൻ്റെ തേജസ് വെളിപ്പെടുത്തുന്നുവെങ്കിൽ, പഴയ ആകാശം മാറി പഴയ ഭൂമി മാറി പുതിയ ആകാശവും പുതിയ ഭൂമിയും വരുമ്പോൾ കർത്താവിൻ്റെ മണവാട്ടിയായ സഭ, ഭർത്താവിനായി അലങ്കരിച്ച മണവാട്ടിയെപ്പോലെ പുതിയ യെരൂശലേം സ്വർഗത്തിൽ നിന്നിറങ്ങി വരുമ്പോൾ മനോഹര വസ്തുവായി യേശു നമുക്കായി ഒരുക്കിയിരിക്കുന്ന ആ സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട്? ആ യേശു വരാറായതിൽ സന്തോഷിക്കുന്നവർ കൈകൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കണം. രോഗമില്ല, ദുഃഖമില്ല, പാപമില്ല. നിന്റെ ജീവിതത്തിൽ ദൈവമഹത്വം വെളിപ്പെടട്ടെ. കണ്ണുകളടയ്ക്കാം, തലകളെ വണക്കാൻ ഞാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ സ്ഥലത്ത് ദൈവം സമാധാനം നൽകും. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളോടുകൂടി ഉണ്ട്. നിങ്ങൾ ഭയപ്പെടേണ്ട, മഹത്വം വലുതായി തീരും. ആരും ഇറങ്ങിപ്പോകരുത് ഒരു നിമിഷം. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിപ്പാൻ പോവുകയാണ്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ ഒന്നും നടക്കയില്ല എന്ന് ശത്രു പറഞ്ഞു, നിയമം പറഞ്ഞു, പക്ഷേ എൻ്റെ ദൈവം ഇളക്കേണ്ടതിനെ ഇളക്കാൻ പോവുകയാണ്.
ദൈവമഹത്വം നൽകാൻ പോകുകയാണ്. വിശ്വസിച്ചാൽ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ മഹത്വം കാണാം. ഈ ആലയത്തിൻ്റെ മഹത്വം ഇതിനു മുൻപിലുള്ള ആലയത്തിൻ്റെ മഹത്വത്തെക്കാൾ വലുതായിരിക്കുമെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ ദൈവമഹത്വം ഇന്ന് രാത്രി വെളിപ്പെടട്ടെ. ദൈവശക്തി ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിൽ വരട്ടെ. നിങ്ങളുടെ ദുഃഖം മാറുവാൻ, നിങ്ങളുടെ രോഗം മാറുവാൻ, നിങ്ങളുടെ കഷ്ടത മാറുവാൻ സകല ജാതികളുടെയും മനോഹര വസ്തുവായ യേശുവിൻ്റെ കരത്തിൻ്റെ ശക്തി ഇന്ന് രാത്രി എത്ര പേർക്ക് ആവശ്യമുണ്ട്? നിങ്ങളുടെ കൈകളൊന്ന് ഉയർത്തുമോ? കണ്ണുനീരവൻ തുടയ്ക്കട്ടെ, വേദനകളെ മാറ്റട്ടെ, തകർച്ചകളെ മാറ്റട്ടെ. എൻ്റെ കർത്താവേ, എൻ്റെ ജീവിതത്തിലെല്ലാം അസ്തമിച്ചു എന്ന് വരുമ്പോൾ ഞാൻ നിനക്ക് സമാധാനം തരും. ഹഗ്ഗായി പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ഇന്ന് രാത്രി വചനം വിശ്വസിക്കുന്നവരെ, ദൈവത്തിൻ്റെ വാഗ്ദത്തം ഹഗ്ഗായിൽ കൂടെ പറയുന്നു, ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അനുഗ്രഹം ഇന്നു മുതൽ ഒരു പുത്തൻ അഭിഷേകമായി, അനുഗ്രഹമായി എൻ്റെ ജീവിതത്തിൽ ദൈവം വെളിപ്പെടുത്തുമെന്ന് വിശ്വസിക്കുന്നവരും പ്രാർത്ഥന ആവശ്യമുള്ളവരും കൈകളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ട് ഞാൻ നിങ്ങൾക്കായി ഒരു നിമിഷം പ്രാർത്ഥിക്കട്ടെ. സ്വർഗസ്ഥ പിതാവേ, ഇന്ന് രാത്രി നിൻ്റെ മഹത്വം, നിൻ്റെ ശക്തി, അവിടുത്തെ അനുഗ്രഹം വിശ്വസിക്കുന്ന നിൻ്റെ ജനത്തിന് വേണ്ടി വെളിപ്പെടുത്തണമേ. ഇളക്കേണ്ടതിന് ഇളക്ക് മാത്രമല്ല, നീതിമാന്റെ അടിസ്ഥാനങ്ങളെ ഉറപ്പിക്കുന്ന ദൈവത്തിൻ്റെ ശക്തിയുടെ വ്യാപാരത്തിനായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം കരറ്റുകയാണ്. യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ തന്നെ ആമേൻ. നമ്മുടെ കർത്താവ് രാജാധിരാജാവായി വരാനുള്ള സമയം ആസന്നമായി എന്ന് വിശ്വസിക്കുന്നവർ ഒരു നിമിഷം ഒന്ന് എഴുന്നേൽക്കുമോ? ആ പാട്ടിൻ്റെ ഒരു ചരണമൊന്ന് പാടുമോ? എഴുന്നള്ളുന്ന യേശു രാജാവായി, അവൻ കർത്താവായി വെളിപ്പെടും. ആ പാട്ടിൻ്റെ ഒരു ചരണം ഒന്ന് പാടിയ ശേഷം തുടർന്നുള്ള കാര്യങ്ങൾ പാസ്റ്റർ എം.എ. ഫിലിപ്പ് പ്രസ്താവിക്കുന്നതാണ്. എഴുന്നള്ളും യേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, കർത്താവിന്റെ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളും യേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, കർത്താവിന്റെ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്നിൽ നീയല്ലോ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. ഉരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. രോഗങ്ങൾ മാറും, ഭൂതങ്ങൾ ഒഴിയും, ബന്ധനമെല്ലാം തകർന്നിടുമേ. ഉരുടരും മുടന്തരും ചെകിടരുമെല്ലാം സ്വതന്ത്രമാകുന്ന ദൈവരാജ്യം. യേശുവേ വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. എഴുന്നള്ളും യേശു രാജാവായി, കർത്താവായി ഭരണം ചെയ്തിടുവാൻ, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, കർത്താവിന്റെ ശക്തിയെ തകർത്തിടുവാൻ. എഴുന്നള്ളും യേശു രാജാവായി, കർത്താവായി ഭരണം, ദൈവരാജ്യം നമ്മിൽ സ്ഥാപിതമാക്കാൻ, കർത്താവിന്റെ ശക്തിയെ തകർത്തിടുവാൻ. യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. ഓ യേശുവേ വന്നു വാഴണമേ, ഇനി ഞാനല്ല എന്ന് നീയല്ലോ. രാജാവേ വന്നു
രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ കേൾപ്പിച്ച ദൈവത്തിന്റെ ദൂതനായി നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അങ്ങയുടെ അഭിഷക്തദാസന്മാരെ ദൈവം ബലപ്പെടുത്തിയല്ലോ. ഈ രാത്രി നാം പ്രത്യാശയോടെ മടങ്ങി നമ്മുടെ കൂടാരങ്ങളിലേക്ക് പോകുമ്പോൾ ഒരുപക്ഷെ കാഹളം ധ്വനിക്കുകയും കർത്താവിന്റെ മേഘ പ്രത്യക്ഷ നടക്കുകയും ചെയ്യുന്നെങ്കിൽ അതേ നമുക്ക് ഒരുമിച്ച് അവൻ കർത്താവിനോട് കൂടി ആയിരിക്കാൻ ഈ രാത്രി സ്വർഗമിടയാക്കേണ്ടതിനായി നമുക്ക് ഒരുമിച്ച് കരങ്ങൾ ഉയർത്തി പ്രത്യാശയെ പുതുക്കിക്കൊണ്ട് ഈ രാത്രി കാല ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചു. നമ്മുടെ വഴി യാത്രയിൽ കർത്താവ് കൂടെ ഇരിക്കണം. ഞങ്ങളുടെ ദാസന്മാരെ ദൈവം പിന്നെയും അനുഗ്രഹത്തോട് നടത്തണം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ പി ജി ദാനിയേൽ അവർകൾ ഈ അവസരം പ്രാർത്ഥിക്കുന്നതായിരിക്കും. നിത്യനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ ജനറൽ കൺവെൻഷന്റെ 4ാമത്തെ ദിവസത്തിലും ദൈവത്തിന്റെ അഭിഷക്ത ദാസന്മാരിൽ കൂടെ അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി ഇടപെട്ടതിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പീഡ അനുഭവിക്കുന്ന ജനത്തെക്കുറിച്ചും കർത്താവ് ഞങ്ങൾക്ക് നന്നായ അവബോധത്തിനായി സ്തോത്രം. അവസാനമായി കർത്താവിൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലയളവിൽ കർത്താവെ സകലത്തെയും ദൈവം ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇളക്കിക്കൊണ്ടിരിക്കുന്ന കാലയളവിൽ ഞങ്ങളുടെ ആത്മമണവാളൻ്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുമ്പോൾ ഒരു ശക്തമായ ഉണർവിനായി ഞങ്ങളുടെ സഭകളെ ദൈവമക്കളെ പരിശുദ്ധാത്മാവ് ഒരുക്കേണം പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളെ സമാധാനത്തോടെ അയക്കണമേ. എല്ലാത്തിലും പുത്രനെ മഹത്വപ്പെടുത്തണമേ. തുടർന്നുള്ള മീറ്റിംഗുകളെയും അനുഗ്രഹിക്കണമേ. യേശു കർത്താവിന്റെ അൻപുള്ള നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, കേൾക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും സമാധാനവും നാം എല്ലാവരോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. രാത്രി നമ്മെ അനുഗ്രഹിച്ച കർത്താവിനെ ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.